മെയ് 1 ലോക തൊഴിലാളി ദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്ന വേളയിൽ അവരുടെ പക്ഷത്തു നിന്നും അപൂർവങ്ങളായിട്ടാണ് പുസ്തകങ്ങളും സിനിമകളും ഗാനങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു പുസ്തകവുമായിട്ടാണ് മുൻ അധ്യാപകൻ, മുൻ മാധ്യമപ്രവർത്തകൻ, INTUC-യുടെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായ ജ്യോതിഷ് കുമാർ മലയാലപ്പുഴ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവവും വളർച്ചയും എന്നാണ് പുസ്തകത്തിന്റെ പേര്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ ദിനത്തിൽ ആ പുസ്തകത്തിന്റെ ഒരു പ്രസക്തി ഏറുന്നത്? ഇന്ത്യൻ ട്രേഡ് യൂണിയൻ നിയമത്തിന്റെ 100-ാം വാർഷികമാണ്. പലരും അത് മറന്നു പോകുന്നു. 1926 ആദ്യത്തെ ട്രേഡ് യൂണിയൻ നിയമം ഉണ്ടാകുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത്. 2026 ആയപ്പോൾ ട്രേഡ് യൂണിയൻ ആക്ടിന് 100 വർഷം തികഞ്ഞു. ഏറ്റവും വലിയ സവിശേഷത 100 വർഷം തികയുമ്പോൾ ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻ ആക്ട് എന്നൊരു ആക്ട് പ്രത്യേകമായി ഇല്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ 26 തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ച് 4 ലേബർ കാർഡുകൾ ഉണ്ടായപ്പോൾ അതിനകത്തെ ചുരുക്കം പേജുകളുള്ള ഒരു അധ്യായമായി മാത്രം ട്രേഡ് യൂണിയൻ നിയമം മാറി. ട്രേഡ് യൂണിയൻ ആക്ട് മറ്റേ ഒരു പ്രത്യേകമായ ഒരു ആക്ടായിരുന്നു, ഒരു പുസ്തകമായിരുന്നു. അതിപ്പോൾ നിലവിലില്ല. ട്രേഡ് യൂണിയൻ കൺസെപ്റ്റിൽ ട്രേഡ് യൂണിയനുകൾക്കുണ്ടായിരുന്ന അവകാശങ്ങളെല്ലാം തന്നെ വെട്ടിച്ചുരുക്കി കളഞ്ഞു. ചുരുക്കത്തിൽ നമ്മുടെ രാമായണത്തിലെ ജഡായുവിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ നിയമത്തിൽ. അതിൻ്റെ ചിറകുകളെല്ലാം അരിഞ്ഞു കളഞ്ഞു. പിന്നീട് അവശേഷിക്കുന്നത് ഒരു കബന്ധം എന്ന് പറയാം. ഈ ഞാൻ ഇറക്കിയ പുസ്തകത്തിന്റെ പ്രസക്തി അവിടെയാണ്. പഴയ ട്രേഡ് യൂണിയൻ നിയമം സമ്പൂർണ്ണമായി അത് വായിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം 100 വർഷം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നത് ആ പുസ്തകത്തിൽ പഴയ മലയാളത്തിൽ തന്നെ പഴയ ട്രേഡ് യൂണിയൻ നിയമം എന്തായിരുന്നു എന്നുള്ളതിൻ്റെ മുഴുവനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല മേഖലകളിലും ഇതുമായി തൊഴിലാളി നേതാക്കന്മാരുമായി സംവേദിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, മലയാളത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും ട്രേഡ് യൂണിയനുകളുടെ ഉത്ഭവം സംബന്ധിച്ച് ആധികാരികമായ ഒരു പുസ്തകം നിഷ്പക്ഷമായി ഇന്ന് വരെ ഇറക്കിയിട്ടില്ല. CITU ഇറക്കിയിട്ടുണ്ട്. പക്ഷേ CITUവിൻ്റെ പുസ്തകങ്ങളൊക്കെ CITUവിൻ്റെതായ ഒരാംഗിളിലാണ്. BMS-ഉം ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വായിക്കുമ്പോൾ BMS-ന്റെ കാര്യങ്ങളും കഥകളുമാണ്. തീർച്ചയായും ഒരു മാധ്യമപ്രവർത്തകന്റെ നിരീക്ഷണത്തോടെ, അല്ലെങ്കിൽ നിഷ്പക്ഷ നിരീക്ഷണത്തോടെ, ഞാൻ സത്യം പറഞ്ഞാൽ ഇത് INTUC-യുടെ ചരിത്രം എഴുതാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ DC ബുക്സിലെ ഒരാളാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് INTUC-യുടെ ചരിത്രം മാത്രമായി എഴുതുന്നു, നിങ്ങൾ CITUവിനെ കുറിച്ചും BMS-നെ കുറിച്ചും എഴുതും. അത് ശരിയാണെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ എങ്ങനെ ഉണ്ടായി, അത് എങ്ങനെയാണ് വളർന്നു വന്നത്, അതോടൊപ്പം തന്നെ കേരളത്തിൽ എങ്ങനെയാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. അപ്പോൾ സർ CP-യുടെ കാലം മുതലുള്ള അമേരിക്കൻ മോഡൽ സമരത്തിനെതിരെയുള്ള, പിന്നെ പ്രവയലാർ, അങ്ങനെ വളർന്നു വന്ന് ഇന്ന് നിലവിലുള്ള കേരളത്തിലെ നേതാക്കന്മാരുടെ ചരിത്രം വരെ 527 പേജാണ് ആ പുസ്തകം. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ, വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ബോംബെയിലും കൽക്കട്ടയിലും അഹമ്മദാബാദിലും തുണി മില്ലുകൾ ഉണ്ടാവുന്നു. അവിടെ തൊഴിലാളികൾക്ക് വലിയ തോതിലുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ഗാന്ധിജി 1919 ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാവുന്നു. പിന്നീട് അദ്ദേഹം ചമ്പാരനിലേക്ക് പോയി നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളെ, അതേ സമയത്ത് തന്നെ ചമ്പാരനിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ടെലഗ്രാം വരുന്നത് അഹമ്മദാബാദിലേക്ക് വരണം. അപ്പൊ സത്യാഗ്രഹത്തിന്റെ ആദ്യ രൂപങ്ങളായി, പണിമുടക്കുകളായി, നിരാഹാര സമരം ഗാന്ധിജി ആദ്യമേ ഇരിക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. അന്ന് ദേശീയ പ്രസ്ഥാനത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഗാന്ധിജിക്ക് നന്നായി അറിയായിരുന്നു. ഏറ്റവും വലിയ ഇന്ത്യ ചരിത്രത്തിലെ സംഭവമാണല്ലോ ജാലിയൻ വാലാബാഗ്. ആ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടീഷുകാർ കേണൽ ഡയറിന്റെ വെടിയേറ്റ് മരിച്ചതിലേറെയും തൊഴിലാളികളായിരുന്നു. അക്കാലത്തെ ഇന്റർനാഷണൽ കോൺഗ്രസും ദേശീയ പ്രസ്ഥാനവും, ഇന്റർനാഷണൽ കോൺഗ്രസ് ഉണ്ടാകുന്നതിന് മുമ്പേ ദേശീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനങ്ങളെല്ലാം മുന്നിട്ട് നിന്നത് തൊഴിലാളികളായിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസ് എല്ലാ സമരങ്ങളും, ഗാന്ധിജി നയിച്ച സമരങ്ങളും എല്ലാം തൊഴിലാളികളെ ഉപയോഗിച്ചാണ് വിജയിപ്പിച്ചത്. നാഷണൽ കോൺഗ്രസ് ഉണ്ടായി. 1920 ട്രേഡ് യൂണിയൻ നിയമം വന്നു. തൊട്ടടുത്ത വർഷത്ത് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഉണ്ടായി, AITUC. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു തൊഴിലാളി സംഘടന ആണ് ഇപ്പോൾ. പക്ഷേ അതിൻ്റെ മുഴുവൻ പൂർണ്ണ രൂപം ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്
നോക്കൂ, AICC, AITUC. കോൺഗ്രസ്, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയും കൂടി ആരംഭിച്ചതാണ് AITUC. പിന്നീട് 1945 ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ജയിലിൽ പോയി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വളർത്തുന്നതിന്റെ ഭാഗമായി പിടിച്ചെടുക്കാൻ രഹസ്യ അജണ്ട ഉണ്ടാക്കി. അങ്ങനെ AITUCക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി. പിന്നീടാണ് 1947 മെയ് 3 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 3 മാസം മുമ്പ് INTUC ഉണ്ടാകുന്നത്. പിന്നീടാണ് CITയും BMSും ഒരുപാട് ട്രേഡ്. അതിന്റെ സമഗ്രമായ ഒരു ചരിത്രമാണ് ഈ പുസ്തകത്തിൽ. അത് തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലാളി നേതാക്കന്മാർക്കും ലേബർ ഉദ്യോഗസ്ഥന്മാർ പോലും എന്നോടത് വാങ്ങി ഒരു പഠനബന്ധമായി സൂക്ഷിക്കുന്നുണ്ട്. 4 വർഷത്തെ എൻ്റെ ഒരു പരിശ്രമമാണ് ഈ പുസ്തകം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ ദിനത്തിൽ ഇനി എന്താണ് ഒരു സന്ദേശം ഇപ്പൊ ലോകമെമ്പാടും നമുക്ക് മറ്റോ? 2 കാര്യം ഞങ്ങൾ ഇന്ന് മെയ് ദിനത്തിലെല്ലാം പറഞ്ഞത് സ്റ്റോപ്പ് ദ വാർ. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പം നോക്കൂ, കേരളത്തിൽ തന്നെ 2018 പ്രളയം, നമ്മൾ അതിനു മുമ്പ് അങ്ങനെ ഒരു പ്രളയം കണ്ടില്ല, അതുകൊണ്ട് മഹാപ്രളയമായി. 2026 ചൂടെന്ന് പറയുന്നത് മഹാവേനൽ എന്ന് നമ്മൾ ഇനി പറയണം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കൊടിയ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു ലോകമെമ്പാടും. 2 ലോകമഹായുദ്ധം കണ്ട ഒരു മാനവരാശി 3ാമതൊരു ലോകമഹായുദ്ധം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇപ്പൊ അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ ഒരു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഒരു യുദ്ധം, പ്രത്യേകിച്ച് 3 രാജ്യങ്ങളാണ്, ഇറാനും അമേരിക്കയും ഇസ്രായേലുമാണ് പരസ്പരം പടവെട്ടുന്നതെങ്കിലും ഒരുപക്ഷെ ഒരു 3ാം ലോകമഹായുദ്ധം ഉണ്ടായാൽ എടുത്തു പ്രയോഗിക്കുന്ന ആയുധങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഉള്ളതാണ്. ഇന്നലെ മാധ്യമ വാർത്തകൾ അനുസരിച്ച് എത്ര $1 മില്യൺ അമേരിക്ക പ്രതിരോധ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിവിനാശകരമായ ആയുധങ്ങളുമായുള്ള യുദ്ധം കാത്തിരിക്കുന്നു. അതേസമയം തന്നെ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി കുറേ വർഷങ്ങൾ, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ തന്നെ എടുത്ത് നിർമ്മിച്ച നിയമങ്ങളെല്ലാം തന്നെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം, വിനാശം ഒരു വശത്ത്, കാലാവസ്ഥാ വ്യതിയാനം മറുവശത്ത്, നിയമപരിരക്ഷയില്ലാത്ത കാലം. മെയ് ദിനത്തിൽ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിക്കും. മെയ് ദിനത്തിൽ എന്താണ് മെയ് ദിനം? 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ജോലി. അപ്പോൾ ഒരു ദിവസത്തെ 3ആയി തിരിച്ച് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ പണിയെടുക്കുക, 8 മണിക്കൂർ വിശ്രമിക്കുക, 8 മണിക്കൂർ വിനോദത്തിൽ ഏർപ്പെടുക. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയാമോ? രാജ്യത്ത് 9 മുതൽ 12 വരെ മണിക്കൂർ പണിയെടുക്കണമെന്ന നിയമം തിരിച്ചു വരികയാണ്. ഒന്ന്, ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ്. അതാണ് നരേന്ദ്രമോദിയുടെ പുതിയ കൺസെപ്റ്റ്. സ്ഥിരം തൊഴിലില്ല, ഹയർ ആൻഡ് ഫയർ. കുറേ നാളത്തേക്ക് ഒരാളെ ജോലിക്കെടുക്കുന്നു, പിന്നീട് പിരിച്ചുവിടുന്നു. അപ്പോൾ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, ഫാക്ടറീസ് ആക്ട്, ട്രേഡ് യൂണിയൻ ആക്ട്, ഗ്രാറ്റുവിറ്റി ആക്ട്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, ഇതിനൊന്നും ഇനി ഒരു പ്രസക്തിയില്ല. കാരണം മിനിമം വേജസ് ആക്ട് അതിന് പ്രസക്തിയില്ല. മിനിമം വേതനം തന്നെ ഇല്ല, ഫ്ലോർ വേജ് ആണ്. ഒരാളെ ജോലിക്കെടുക്കുന്നു 1 വർഷത്തേക്ക്. ഇന്ത്യയിലെ സൈന്യത്തിൽ പോലും അങ്ങനെ ആയില്ലേ, 5 വർഷത്തേക്ക് ജോലിക്ക്. ഈ കൺസെപ്റ്റ് എല്ലാം മാറുകയാണ്. സ്ഥിരം തൊഴിലെന്ന കൺസെപ്റ്റ് ഇല്ലാതാകുന്നു. ജോലിക്ക് മിനിമം വേതനം ഏറ്റവും വലിയ പരിരക്ഷയായിരുന്നു ഇന്ത്യയിലെ തൊഴിലാളികൾക്ക്. മിനിമം വേതന നിയമം അത് ഇല്ലാതാവുക. ഇനി ഒരു ഫ്ലോർ വേജാണ്, തറ കൂലി. അതാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ഈ 2026 മെയ് ദിനത്തിൽ ആശങ്കപ്പെടുത്തുക. ഈ ആശങ്കയോട് കൂടിയാണ് ഒരു ലോകമെമ്പാടുമുള്ള തൊഴിലാളി സമൂഹത്തോടൊപ്പം ഇന്ത്യൻ സമൂഹവും മുന്നോട്ട് പോകുന്നത്. അതിനുള്ള ഒരു ദിശ സൂചി കൂടിയായിരിക്കട്ടെ ജ്യോതിഷ് കുമാർ മലയാളപ്പടി എഴുതിയ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനവും ആവിർഭാവവും വളർച്ചയും എന്ന പുസ്തകം. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം കേരള വിഷൻ ന്യൂസിന് വേണ്ടി പ്രസാദം ജെ, പത്തനംതിട്ട.